കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ പ്രകൃതി രമണീയമായ ഒരു ജലപാതയാണ് ഈ കാണുന്ന പൊന്നാനി BM കായല്. അറബിക്കടലിന്റെ മനോഹരമായ അഴിമുഖത്തിന്റെ ഭാഗമാണ് ഈ കായൽ. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളാൽ മനോഹരമാണ്. വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലകായിക ഇനങ്ങളിലൊന്നാണ് പൊന്നാനി BM കായലിലെ വള്ളംകളി മത്സരം. ഇതാ ഒരു തുഴപ്പാടകന് മാത്രം ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇതാ അഗ്നിച്ചിറകുള്ള ആകാശങ്ങളായി BM കായലിന്റെ പടിത്തട്ടിൽ ജനകളെ മുത്തുമണികളായി ഉയർത്തിക്കെറിഞ്ഞുകൊണ്ട് ഇതാ കുതിച്ചു വരികയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ട്രാക്ക് ഒന്നിൽ കായൽമണിയും ട്രാക്ക് മൂന്നിൽ ജനറാണിയും ഇതാ കടന്നു വരികയാണ്. ട്രാക്ക് മൂന്നിലൂടെ ജനറാണി കടന്നു വരികയാണ്. ട്രാക്ക് ഒന്നിലൂടെ കായൽമണിയും. മലപ്പുറം ജില്ലയിലെ പൊന്നാനി നിവാസികൾ ഈ മത്സരത്തെ മലബാറിന്റെ ജലോത്സവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പൊന്നാനി താലൂക്കിന്റെ ഓണാഘോഷങ്ങളിൽ ഒരു പ്രധാന ആഘോഷ മത്സരമാണ് ഈ വള്ളംകളി. മറ്റു മത്സരങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തമാണ്. ഈ മത്സരത്തിൽ തദ്ദേശീയമായ നാടൻ വള്ളങ്ങൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. കേരള ടൂറിസത്തിന്റെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ CBL വടക്കൻ ലീഗിന്റെ ഒരു പ്രധാന മത്സരമാണ് പൊന്നാനി BM കായലിലെ വള്ളംകളി. കനോലി കനാലും കാഞ്ഞിരമുക്ക് നദിയും അറബിക്കടലിൽ ചെന്ന് ചേരുന്ന കടവനാട് പൂക്കേത കടവിലായിരുന്നു ആദ്യ മത്സരം നടത്തിയിരുന്നത്. കായലിൽ വാഴക്കുല കെട്ടിവെച്ചത് ആദ്യം തുഴഞ്ഞു വന്ന് എടുക്കുന്ന വെള്ളങ്ങളെയാണ് വിജയിയായി പ്രഖ്യാപിച്ചിരുന്നത്. എൻ്റെ പേര് പൂളത്തറക്കൽ മുഹമ്മദ് എന്നാണ്. സുമാർ എനിക്ക് 79 വയസ്സായി. ഇതിൻ്റെയൊക്കെ ഒരു 50 കൊല്ലം മുമ്പ്, സുമാർ 50 കൊല്ലം മുമ്പ് കടവനാട് വെളിയങ്കോട് ഇരുന്ന് ഈ വള്ളംകളി എൻ്റെ ചെറുപ്പത്തിലും അതിവിടെ നടന്നിരുന്നത്. അപ്പോൾ ആ ഈ കരിമ്പാടായിട്ട് പുതുപൊന്നാനി കനാൽ തോടിൻ്റെ വക്കത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പുങ്കേരി പാലം എന്ന് പറഞ്ഞിട്ട് പൂക്കേതക്കടവിൻ്റെ ലേശ കേക്ക് വാർത്ത് വാഴക്കൊല കെട്ടും. അത് വന്നിട്ട് കുടിക്കട കെട്ടും ജയിക്കുന്നവർ. അങ്ങനെ കഴിഞ്ഞിട്ട് കുറേ കാലമായിട്ട് പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ഇതിലാണ് ഇപ്പോൾ ഈ ഇവിടേക്ക് പോയത്, കാഞ്ഞിരമുക്കിലേക്ക് പോയത്. രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ വലിച്ചു പോയതാണ് പുളിക്കക്കടവിലേക്ക്. ഇവിടെ ഇരുന്ന് അതിൻ്റെ ഉത്ഭവം ഉണ്ടായത് യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. ചൈരീപുരത്തിൻ്റെ തോടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോഴും ഉണ്ട് തോടൊക്കെ. എന്നാലും കുറേയൊക്കെ വികസിച്ചിട്ടുണ്ട്. ചൈരീപുരത്തിൻ്റെ സ്ഥലമൊക്കെ വികസിച്ചിട്ടുണ്ട്. ചൈരീപുരത്തിൻ്റെ തോടും ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചൈരീപുരത്തിയിരുന്നു. ഞാനും ഈ ചൈരീപുരത്തെ തൊഴിലാളികളായിരുന്നു ഇത് വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു. ഹരിജനങ്ങളും ഉണ്ടായിരുന്നു. അവരാണ് വെള്ളം വലിച്ചിരുന്നത്. ഹരിജനങ്ങളും ഉണ്ടായിരുന്നു. ഹരിജനങ്ങളും വെളിയങ്കോടും കടവനാടും പാടെ ചേർന്നിട്ടാണ് നടത്തിയിരുന്നത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. പഴയ ആൾക്കാരോട് അന്വേഷിച്ചാൽ അറിയാം. ഇപ്പോൾ ഇന്ന പോലത്തെ ആൾക്കാരോട്, അല്ലാത്തവരോട് അറിയില്ല. അതിപ്പോൾ കമ്മിയാണ്. സൊസൈറ്റി ഒന്നുമില്ല. സൊസൈറ്റി ഉണ്ട്, ഒരു സൊസൈറ്റി പ്രവർത്തനം നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ആ കടവിൻ്റെ അവിടെ അങ്ങനെ തന്നെ. ഇപ്പൊ കടവില്ല, കടവൊക്കെ പോയി. അന്ന് വള്ളത്തിൽ എത്ര പേരായിരുന്നു വലിക്കാനൊക്കെ? വള്ളത്തിൽ അന്ന് പിന്നെ ഒരു വള്ളത്തിൽ ഏറ്റവും ചുരുങ്ങിയാൽ 10-30 ആളുണ്ടാവും. 2 വരിക്കിരിക്കും ഈ വള്ളത്തിൻ്റെ വില്ലുമേൽ. എന്നിട്ട് ഈ ഇതോട് ആണ് വലിക്കുക. അന്നൊക്കെ മത്സരിക്കാൻ ഏകദേശം എത്ര വള്ളങ്ങളുണ്ടായിരുന്നു? അന്ന് അധികം വെള്ളമില്ല. എന്നാൽ സുമാർ ഒരു 4-5 ഉണ്ടാവും. പിന്നെ 4-5 ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ധാരാളമായി. 22ന്റെ മേലെ ഉണ്ട്. കമ്പിക്കാനുള്ള കാരണം ചൈരി പൂത്തൽ വന്നായി, ചൈരി അയക്കൽ വന്നായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ആ കച്ചവടവും ആ ഇതും ബന്ധായി. ചൈരി പൂത്തിൽ ബന്ധായെന്ന് വെച്ചാൽ ചൈരി കിട്ടാത്തതിൻ്റെ പേരിലാണോ? പച്ചച്ചൈരി കിട്ടാത്തതിൻ്റെ പേരിൽ ഉണക്കെടുപ്പോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ആ പണിയും ബന്ധായി. പിന്നെ അതുമല്ലാതെ ഉണ്ടാക്കി വന്നാൽ ജില്ലയിൽ കൂലി അതിന് മാത്രം കിട്ടൂല. അപ്പോൾ കൂലിക്കാളെ കിട്ടൂല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. അത് കാരണം കൊണ്ട് അത് ബന്ധായി. ഇപ്പോൾ കുറേ കാലമായിട്ട് ബന്ധായി. ഞാൻ പണിയെടുപ്പിച്ചിരുന്നു. 4-5 മിഷീനിലേക്ക് പണിയെടുത്തിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം സപ്പോർട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല. ഇതൊക്കെ ഇവിടെ തന്നെ ചൈരി കൊണ്ടുവരും,
എന്നിട്ട് ഇത് അഴുക്കും വെള്ളത്തിൽ കെട്ടിയിട്ടിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ആ ഒരു 8 മാസം എന്നിട്ടാണ് അത് എടുക്കുക. അപ്പോൾ ആ കാലം കഴിഞ്ഞ് പോയി, അതുകൊണ്ട് അത് വലുതായി. ഇനി തീരെ വരില്ല. സൊസൈറ്റിയൊക്കെ സൊസൈറ്റി ഒന്നും അവിടെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് അതിൽ വർക്ക് ചെയ്യുന്നില്ല. അത് പേരിന് എഴുതിയിട്ട്. പക്ഷെ പണ്ട് വന്ന് പോകുന്നുണ്ടെന്നുള്ള പണ്ടുണ്ടാവും ഉറപ്പാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിനെ പറ്റി പറയണ്ട്. പണ്ട് വരുന്നുണ്ട് എടുക്കുന്നുണ്ട്. അതിന് മുക്തി ചെയ്തിട്ടേ അങ്ങനെ പോകും. ഇവിടെ തന്നെയാണോ അത് കച്ചവടം ചെയ്ത് അതോ പുറത്ത്? അല്ല, അത് പൊന്നാനിക്ക് കൊണ്ടുപോകും, പാലക്കാട് കൊണ്ടുപോകും, കുന്നംകുളം കൊണ്ടുപോകും. പൊന്നാനിയിൽ ഈ മേടിക്കുന്നവരുണ്ടായിരുന്നു, തമിഴ്നാട്ടിലുള്ളവർ. അവരൊക്കെ പോയി. ഇപ്പം ഈ മേഖലയിൽ ആരുമില്ല, ആരുമില്ല, ആരും ഉണ്ടാക്കുന്നുമില്ല, ആരുമില്ല. അത് കംപ്ലീറ്റ് പോയി. ഇനി അത് വരികയില്ല. ചകിരിത്തൊഴിലാളികളായിരുന്നു മത്സരത്തിൽ കൂടുതലും പങ്കെടുത്തിരുന്നത്. പിന്നീട് 1983 വേദി BM കായലിലേക്ക് മാറ്റി. പ്രകൃതി സൗന്ദര്യത്തിലും ബോട്ടിങ്ങിനും ഓണ ഉത്സവകാലത്തെ വള്ളംകളികൾക്ക് വേദിയായും ഇത് അറിയപ്പെടുന്നു. BM കായലിന് പ്രത്യേകമായ ഒരു പുരാതന ചരിത്രവും വിശദമായിട്ടില്ല. BM കായൽ ജലോത്സവം മലബാറിലെ പ്രശസ്തമായ ജലോത്സവങ്ങളിൽ ഒന്നാണ്. ആദ്യകാലത്ത് ഈ BM കായലിൻ്റെ ഇരുകരകളിലുമുള്ള ആളുകൾ അവരുടെ താല്പര്യപ്രകാരം തുടങ്ങിയ ഈ ജലോത്സവ പരിപാടി കാലക്രമേണ നല്ല നിലയിലേക്ക് പുരോഗമിക്കുന്ന കാഴ്ചയാണ് പൊന്നാനിക്കാർ കണ്ടത്. എന്നാൽ പിന്നീട് അത് അന്യം നിന്ന് പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രഹസനമാകുന്ന തരത്തിൽ പരിണമിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. സാധാരണ ഈജിപ്തിലെ നദികളിൽ ആരംഭിച്ച പള്ളിയോടങ്ങളുടെ മത്സരം, അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ലോകം മുഴുവൻ വ്യാപിക്കുന്ന കാഴ്ചയാണ് ഈ വള്ളംകളിയുടെ ചരിത്രം. അത് രാജാക്കന്മാരുടെ കാലത്ത് കേരളത്തിലേക്ക് വളരെ ആവേശപൂർവ്വം കൊണ്ടുവരുവാൻ ചേരരാജാക്കന്മാർ തയ്യാറായി. ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തന്നെ വഞ്ചിനാട് എന്ന പേരിലാണ് അവർ പ്രഖ്യാപിച്ചത്. ചരക്ക് കടത്താനും ആളുകളുടെ യാത്രകൾക്കും ഒട്ടനവധി നദികളുള്ള കേരളത്തിൽ ഈ വള്ളങ്ങൾ, വഞ്ചികൾ നല്ലതാണ് എന്ന് തിരിച്ചറിഞ്ഞ് വഞ്ചി ഉപയോഗിച്ചുള്ള ചരക്ക് കടത്തും അതുപോലെയുള്ള ആളുകളുടെ യാത്രകളും ഒക്കെയായി തുടങ്ങിയ പരിപാടി പിന്നീട് അവരുടെ കാലത്താണ് അതൊരു ജലോത്സവമായി, പ്രത്യേകിച്ച് ഓണം സമയത്ത് ദേശീയോത്സവമായ, മലയാളികളുടെ ദേശീയോത്സവമായ ഓണ ആഘോഷത്തിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും വള്ളംകളി മത്സരങ്ങൾ, വളരെ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി പോലെയുള്ള, ഉത്രട്ടാതി വള്ളംകളി പോലെയുള്ള വള്ളംകളികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ട് ഈ BM കായലിൽ തുടങ്ങിയ വള്ളംകളി മത്സരം അവിടെ സ്റ്റേജ് പോലെയുള്ള സംവിധാനത്തിലേക്ക് ആളുകൾക്ക് സുഗമമായി ചെന്നിരുന്ന് മറ്റു രണ്ട് കരകളിലുമായിട്ട് ആളുകൾ വന്നിരുന്ന് ഇത് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സ്വാഭാവികമായും വളരെ ദൂരത്ത് നടക്കുന്ന ഈ പരിപാടികൾക്ക് വള്ളങ്ങളിൽ മത്സരാർത്ഥികളായി പോകുന്ന ആളുകൾക്ക് ആവശ്യമായ ആവേശം കിട്ടാനോ അതുമല്ലെങ്കിൽ അവരെ ഒന്ന് ഉത്തേജിപ്പിക്കാനോ കഴിയുന്ന തരത്തിലായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ശ്രീ MP ഗംഗാധരൻ പൊന്നാനിയുടെ MLA ആവുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്ത സമയത്ത് വള്ളംകളി മത്സരത്തിന് ആളുകൾക്ക് വരാനും പോകാനും ഇരിക്കാനും ഒക്കെ സൗകര്യത്തിൽ അവിടെ സ്റ്റേജ് സജ്ജീകരിച്ച് ആ സ്റ്റേജും അതുപോലെ തന്നെ ഇതൊരു പിന്നീട് ടൂറിസം വികസന കോർപ്പറേഷൻ അത് ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് പൊന്നാനിയിൽ ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായി ഞാനിതിൽ ഭാഗമാകുന്നതൊക്കെ മേക്കപ്പ് മാധവൻ മാസ്റ്റർ എന്ന് പറയുന്ന മിഷൻ സ്കൂൾ മാധവൻ മാസ്റ്റർ, അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ ഈ ടൂറിസം വാരാഘോഷത്തിൻ്റെ മീറ്റിങ്ങിൽ ആദ്യമായി പങ്കെടുക്കുകയാണ്. ഇന്ന് ഞാൻ മാതൃഭൂമി ക്ഷേത്രങ്ങളിലൊക്കെ പ്രവർത്തകനാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ തഹസിൽദാർ PP മുഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റു പലരും ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകളുടെ പേര് ഓർമ്മ വരുന്നില്ല. ഈ തഹസിൽദാർ PP മുഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രഭാകരൻ മാസ്റ്റർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാർ, പിന്നെ പ്രിൻസിപ്പാൾ അങ്ങ് AV മൊയ്തീൻകുട്ടി സാഹിബ്, അങ്ങനെ കുറേ ആളുകളെയൊക്കെ വിളിക്കും. നാട്ടിൽ നമ്മുടെ മുഹമ്മദ് പൊന്നാനി പോലെ കുറേ ആളുകൾ അവിടെ വിളിക്കും. അങ്ങനെ വിളിച്ചതിന് ശേഷം അവിടെ ഉണ്ടാക്കിയ കമ്മിറ്റികൾ, ആ കമ്മിറ്റികളിൽ വിവിധ ചുമതലകൾ ഏൽപ്പിക്കും. വള്ളംകളി അതിൽ പ്രധാനപ്പെട്ടൊരു ഇതാണ്. നാട്ടുകാരൊക്കെ കൂടി നടത്തുന്ന സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ഈ ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളാണ്.
അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ പിന്നീട് ഈ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ചെയ്തു വന്നു. സമ്മാന സംഖ്യയൊക്കെ ആയിട്ട് ഒന്നാം സ്ഥാനം കിട്ടുന്ന ആളുകൾക്ക് 25,000 രൂപ അങ്ങനെ കൊടുക്കാനുള്ള പരിപാടികൾ. അന്ന് ഇത് ഈ വള്ളംകളി മത്സരം പിന്നീട് ഇങ്ങനെ നല്ല സജീവമായി വരുന്ന സമയത്ത് ഇതിൻ്റെ അനൗൺസ്മെൻറ്റിന്, കാരണം ജനങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി അനൗൺസ്മെൻറ്റ് പരിപാടി മൈക്കുകളുടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ അന്ന് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് ശ്രീ ഭരതേട്ടൻ, അതുപോലെ തന്നെ നന്ദകുമാർ, അംസാണ്ണക്കമ്പാട് തുടങ്ങിയ ആളുകൾ, അതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റിന്. ഞാൻ അധിക വർഷമുണ്ടായി, 2-3 വർഷമാണ് അടുപ്പിച്ച് ഞാനിവിടെ അനൗൺസ്മെൻറ്റിന് പോയത്. പക്ഷേ പിന്നീട് അതിൻ്റെ ആ കാര്യങ്ങൾക്ക് വിളിക്കാറില്ല. ഈ അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ അനൗൺസ്മെൻറ്റ് വള്ളംകളി മത്സരത്തിൻ്റെ അനൗൺസ്മെൻറ്റ് രീതിയിലേക്ക്, അത് ജനങ്ങളെ ആവേശപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചെറിയൊരു ഉദാഹരണമായി പറയാം. ഞാൻ ഈ അനൗൺസ്മെൻറ്റിൻ്റെ എൻ്റെ ഊഴമെന്ന സമയത്ത് ഞാൻ തുടങ്ങിയത് തന്നെ പറങ്കിപ്പടയാളികളുടെയും പത്തേമാരികളുടെയും കഥ പറയുന്ന പഴയ തുറമുഖ നഗരമായ പൊന്നാനിയിൽ ഹൈന്ദവ രാജാവായ സാമൂതിരിക്ക് വേണ്ടി കടൽ കാത്ത ധീരദേശാഭിമാനി കുഞ്ഞാലിമരക്കാരുടെ പാദസ്പർശം കൊണ്ട് പുളകിതമായ പൊന്നാനിയിൽ ഈ വിയ്യങ്കായലിൻ്റെ ഇരുകരകളിലുമുള്ള പുൽക്കൊടികളെപ്പോലും പുളകച്ചാത്തണിയിച്ചുകൊണ്ട് ആവേശചിത്തരാക്കിക്കൊണ്ട് ഇവിടുത്തെ മണൽത്തരികളെപ്പോലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതാ 4 വള്ളങ്ങൾ കടന്നു വരികയാണ്. അങ്ങനെ ആദ്യത്തെ ട്രാക്കിൽ ഇന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഈ അനൗൺസ്മെൻറ്റിന് ഒരു ജനങ്ങളെ ആവേശപ്പെടുത്താനുള്ള സംവിധാനമൊക്കെ അന്ന് ഈ കാലത്ത് ഞങ്ങൾ ചെയ്തിരുന്നു. ആ തരത്തിൽ ഇതിനെ കൊണ്ടുവരുന്നു. പിന്നീട് ഇപ്പോൾ ഈ വള്ളംകളി മത്സരം ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മെല്ലെ കഞ്ഞൊഴിഞ്ഞ് വരുന്ന തരത്തിൽ ചിലയിടങ്ങൾ സമയത്ത് തോന്നാറും. ഇത് സത്യം പറഞ്ഞാൽ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടൂറിസം ഒരു വ്യവസായമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പൊന്നാനിയുടെ വിവിധ ഭാഗങ്ങൾ ഒരു അനന്ത സാധ്യതയുള്ള പ്രദേശമാണ്. മാറഞ്ചേരി പഞ്ചായത്തിനും പൊന്നാനി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന അവിടുത്തെ തൂക്കുപാലം, സത്യത്തിൽ ഇതെല്ലാം കൂടി ചേർത്ത് ഈ 2 കരകളിലുമുള്ള പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, അതുപോലെ തന്നെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന പെഡൽ ബോട്ടുകൾ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. വർഷത്തിൽ അതിഗംഭീരമായിട്ട് ഈ വള്ളംകളി മത്സരം, വിയ്യങ്കായൽ വള്ളംകളി മത്സരം നടക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ അത് പൊന്നാനിയുടെ അതുപോലെ മാറഞ്ചേരി പഞ്ചായത്തിൻ്റെയും സമഗ്രമായ വികസനത്തിന് വരുമാനമുണ്ടാക്കുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വലിയ ആളുകളെ ആകർഷിക്കാനും മലബാറിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളികളൊന്നാക്കി വിയ്യങ്കായൽ വള്ളംകളിയെ മാറ്റിയെടുക്കാനും കഴിയും. മാത്രമല്ല ഈ വള്ളംകളി മത്സരത്തിന് ദിവസങ്ങളോളം മാസങ്ങളോളം പരിശ്രമിക്കുന്ന ആളുകൾ ഈ സമയത്ത് കാണും. ഈ നാട്ടിലെ കുറേ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ സമയവും നേരവും ഒക്കെ മാറ്റിവെച്ച് അവരുടെ കയ്യിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വള്ളങ്ങളെ അവർ ഒരു കൂട്ടിയെടുക്കുന്നത്. സ്വാഭാവികമായും ആ പകലന്തിയോളം പരിശ്രമം നടത്തി അധ്വാനിച്ച് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സമ്മാനം കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും കിട്ടൂ എന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്ന പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി ഈ വള്ളംകളി മത്സരത്തിന് വരുന്ന ആളുകൾക്ക് മുഴുവൻ, അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഒരു സംഖ്യ നൽകുമെന്ന തീരുമാനം ബന്ധപ്പെട്ട ആളുകൾ എടുക്കണം. സംഘാടക സമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ടൂറിസം വാരാഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് എടുക്കേണ്ടത്. എന്നിട്ട് മത്സരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ, വരുന്ന ആളുകൾക്ക് മുഴുവൻ സമ്മാനങ്ങൾ കൊടുക്കാനും അവർക്ക് അർഹമായ അംഗീകാരങ്ങൾ കൊടുക്കാനും, ഈ മത്സരങ്ങളിൽ വരുന്ന വള്ളങ്ങൾക്ക് സ്വാഭാവികമായി അവിടെ അവർ അറ്റൻഡ് ചെയ്താൽ ആ വള്ളങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായം ഉണ്ടാകുമെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വള്ളങ്ങൾ ഈ രംഗത്തിലേക്ക് കടന്നു വരും. മാത്രമല്ല ഒരു സമ്മാനത്തുക വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നല്ലൊരു സമ്മാനത്തുക കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടല്ലോ. പിന്നെന്താ, ഏതെങ്കിലും പൊന്നാനിൽ തന്നെ വ്യവസായ പ്രമുഖരായ ആളുകളെ ആരെങ്കിലും പിടിച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ പിടിച്ച് ആ സ്ഥാപനത്തിനെയും കൂടെ സ്പോൺസർ ചെയ്യിപ്പിച്ച് അവർക്ക് 1, 2, 3 സ്ഥാനം കിട്ടുന്ന ആളുകൾക്ക് മാന്യമായ ഒരു സംഖ്യ സംഭാവനയായി നൽകാനും അനുബന്ധ കാര്യങ്ങളും അവർക്ക് ഒരു പാരിതോഷികമായി നൽകാനും, സംഭാവനയല്ല പാരിതോഷികമായി നൽകാനും, അതുവഴി കൂടുതൽ ആളുകളെ വിയ്യങ്കായൽ വള്ളംകളിയിലേക്ക് ആകർഷിക്കേണ്ടതുണ്ട്. അതുവഴി ഈ വള്ളംകളി മത്സരം മലബാറിലും കേരളത്തിലും അറിയപ്പെടുന്ന ഒരു വള്ളംകളി മത്സരമാക്കി മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഭാരതപ്പുഴയുടെയും അറബിക്കടലിന്റെയും സംഗമസ്ഥാനം എന്ന നിലയിൽ പൊന്നാനിയുടെ മൊത്തത്തിലുള്ള സാംസ്കാരിക പ്രാധാന്യവുമായും വളരെ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കായംകുളം, ചമ്പകശ്ശേരി എന്നീ ഫ്യൂഡൽ രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു യുദ്ധത്തിനിടെ ചമ്പകശ്ശേരി രാജാവ് ദേവനാരായണൻ ചുണ്ടൻവള്ളം എന്ന യുദ്ധവള്ളത്തിന്റെ നിർമ്മാണം നിയോഗിക്കുകയും അക്കാലത്തെ പ്രശസ്തനായ ഒരു മരപ്പണിക്കാരനെ അതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഈ പാമ്പ് വള്ളങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക രീതികൾക്ക് ഏകദേശം 8 നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഞാൻ CD മണിലാൽ, ബോട്ട് കമ്മിറ്റി പ്രസിഡന്റ്. ഇത് ട്രഷറർ റഹീം കടവനാട്. അന്ന് വലിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ വഞ്ചിര, ഈ ചകിരി വഞ്ചി ഉണ്ടല്ലോ, ഈ ചകിരി വഞ്ചി വെച്ചിട്ടാണ് അന്ന് വലിച്ചിരുന്നത്. ഈ തുടക്കത്തിൽ നമ്മുടെ പൂർവികർ അന്ന് എന്ന് പറഞ്ഞാൽ ട്രോഫിയല്ല, പഴക്കൊല കെട്ടിയിട്ടാണ് അന്ന് വലിച്ചിരുന്നത്, സമ്മാനമായിട്ട് കൊടുത്തിരുന്നത്. അത് നമ്മൾ വന്ന് പിന്നെ ഓടിവെള്ളം വന്നിട്ടൊരു 40 വർഷത്തിന് മേലായി. 40-42 വർഷം, മാക്സിമം 40-42 വർഷമായി. അങ്ങനെ
തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താന്നൂർ പൂരപ്പുഴ കളിയാണ്. ഇവിടുന്ന് എല്ലാ വള്ളങ്ങളും പോകുന്നുണ്ട്. ചെറുവഞ്ചി അതിൽ 12 വള്ളങ്ങളാണ് ഞങ്ങൾ ഇവിടുന്ന് പങ്കെടുപ്പിക്കുന്നത്. അത് ഞങ്ങൾ ബോട്ടറൻസ് ക്ലബിൻ്റെ അധ്യക്ഷതയിലാണ് അത് ഞങ്ങൾ പറഞ്ഞാക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഈ കെട്ടുവള്ളം ഉപയോഗിച്ചിരുന്നത് ചകിരി കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന വള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. അതിൽ വനിതകളുടെ പ്രാതിനിധ്യം അന്നുണ്ടായിരുന്നു. അന്ന് ഏകദേശം ഒരു പല ഭാഗങ്ങളിലും പിന്നെ ഈ ഓരോ ടീമുകൾ ഉണ്ടാക്കിയിട്ട് ഒരു ക്ലബ്ബുകൾ പോലെ, ഇന്നത്തെ പോലെ ക്ലബ്ബുകൾ പോലെ തന്നെ അന്ന് മത്സരം നടത്തിയിരുന്നതാണ് ഇവിടെ. അന്നത്തെ പ്രധാന വള്ളങ്ങൾ ജലറാണി, വിക്രാന്ത്, ജലവാഹിനി, കായൽമണി അങ്ങനെയുള്ള വള്ളങ്ങളൊക്കെ അന്ന് പ്രധാനമായിട്ട് മത്സരിച്ചു. അന്ന് സമ്മാനം കൊടുത്തിരുന്നത് അന്ന് ഈ ഒരു ജയിച്ച വള്ളത്തിന് കൊടുത്തിരുന്നത് അന്നൊരു പഴക്കൊലയാണ് കൊടുത്തിരുന്നത് പഴയ കാലത്ത്. പിന്നെ ഇപ്പോൾ ഈ വള്ളങ്ങൾ നടത്തുന്നൊക്കെ പ്രൊഫഷണൽ രീതിയിലുള്ള ടീമുകളെ കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ മത്സരങ്ങൾ പല വള്ളങ്ങളും ചെയ്യുന്നത്. നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന ടീമുകളും പിന്നെ അതുപോലെ ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും പറവൂരിൻ്റെ പല ഭാഗങ്ങളിലും മത്സരിക്കുന്ന വള്ളങ്ങളിലെ തുഴച്ചിൽക്കാരെ കൊടുത്തിട്ടാണ് ഇപ്പോൾ വള്ളങ്ങൾ ഒരുവിധം വള്ളങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ഭൂരിഭാഗം വള്ളങ്ങളും മൈനർ വിഭാഗത്തിലെ ഭൂരിഭാഗം വള്ളങ്ങളും മേജർ വിഭാഗത്തിലെ ഒട്ടുമിക്ക വള്ളങ്ങളും ഇപ്പോൾ വെച്ചിട്ട് അവരവരെ നാട്ടുകാരാണ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വളരെ ബുദ്ധിമുട്ട്, ഒരു മാസത്തോളം ഇവർ ട്രെയിനിങ്, അതിൻ്റെ കൂടെയുള്ള ചിലവുകൾ, പിന്നെ മഞ്ചിലെ വർക്ക്, ഈ വള്ളം ചെയ്യാനുള്ള വർക്ക്, ഇതൊക്കെ സഹിച്ചുകൊണ്ട് വളരെ കഠിനാധ്വാനം ചെയ്ത ഒരു ഫൈനലിൻ്റെ ആവേശത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. അതിൻ്റെ അവസാന പരിസമാപ്തിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബോട്ട് റേസിംഗ് കമ്മിറ്റി, സംയുക്ത ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ മണിലാലും ഞാനും ഒക്കെ കൂടിയിട്ട് ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടത്തുന്നത്. ഇത് DTPC കേരള ടൂറിസത്തിൻ്റെ ഭാഗം. ട്രെയിനിങ് നമ്മൾ ചെയ്യണം. 2 ലക്ഷം രൂപ നടത്തി ഒരു ടീമിനെ ഇറക്കാൻ വേണ്ടി വരുന്നുണ്ട്. കേരള ടൂറിസം നടത്തുന്ന ഓണാഘോഷ വാരാഘോഷ സംബന്ധമായിട്ട് നടത്തുന്ന ഈ DTP നടത്തുന്നതിൻ്റെ ഫുൾ ചെലവുകൾ, ഈ സ്പോൺസർ പൈസ, പിന്നെ ഈ പങ്കെടുത്താൻ കിട്ടുന്ന പാർട്ടിസിപ്പേഷൻ പൈസയും പ്രൈസ് മണിയൊക്കെ കൊടുക്കുന്നത് താലൂക്ക് വിഭാഗം കൊടുക്കുന്നത്. ഇന്നും ഉപയോഗത്തിലുള്ള പാമ്പ് വള്ളങ്ങൾ പാർത്ഥസാരഥി ചുണ്ടൻ വള്ളമാണ് ഏറ്റവും പഴക്കം ചെന്ന മാതൃക. ശരത്കാലത്തിലെ വിളവെടുപ്പ് ഉത്സവമായ ഓണസമയത്താണ് വള്ളംകളി പ്രധാനമായും നടത്തിവരുന്നത്. ചുണ്ടൻ വള്ളം ഓട്ടമാണ് പ്രധാന മത്സരം. കേരളത്തിലെ മറ്റു പലതരം പരമ്പരാഗത തുഴച്ചിൽ നീണ്ട വള്ളങ്ങളുടെ മത്സരങ്ങളും വള്ളംകളിയിൽ ഉൾപ്പെടുന്നു. ഇത് സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നാണ്. എൻ്റെ പേര് മണി. ഞാനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. ഈ ബിയ്യങ്കായലിലെ ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ വള്ളംകളി ചകിരി തൊഴിലാളികൾ ചകിരി കയറ്റി കൊണ്ടുപോകുന്ന വഞ്ചികൾ വെച്ച് ഈ 2 കരയിലുമുള്ള ആളുകളെ വെച്ചുകൊണ്ട് തുഴഞ്ഞ് പഴക്കുല നടുവിൽ വെച്ച് ചാടിപ്പിടിച്ച് ആരാണോ വിജയിക്കുന്നത് അവർ അതുകൊണ്ട് പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് ടൂറിസം വാരാഘോഷ കമ്മിറ്റി അത് ഏറ്റെടുക്കുകയും ജില്ലയിലെ തന്നെ മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായി ഇന്നത് മാറിയിരിക്കുകയാണ്. ഈ കരയിൽ, അതായത് എരിക്കമണ്ണ ദേശത്തിൽ പുളിക്കക്കടവ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് 9 പേരടങ്ങുന്ന ഒരു ചെറിയ കൂട്ടായ്മ ലക്കി സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. അന്ന് ചെറിയ വഞ്ചിയിൽ കുറച്ച് പേര് വെച്ച് വലിച്ചു കൊണ്ടുപോയിരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ക്ലബ്ബായിട്ടായിരുന്നു ഞങ്ങൾ തുടങ്ങി വെച്ചത്. പിന്നീട് ആളുകളെ അതിലേക്ക് കോപ്റ്റ് ചെയ്ത് വലിയ വഞ്ചിയിലേക്ക്, മേജർ വള്ളത്തിലേക്ക് ഞങ്ങൾ മാറി. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ട്രോഫികൾ നേടിയിട്ടുണ്ട്. പിന്നീട് ഇടക്കാലത്ത് വെച്ച് ഇതിലെ തുഴഞ്ഞിരുന്ന ആളുകൾ പലരും പല മേഖലകളിലേക്ക് തൊഴിൽ നേടി പ്രവാസികളായി. അങ്ങനെ പല ഭാഗത്തേക്ക് പോയപ്പോൾ പിന്നെ തുഴയാൻ ആളുകളില്ലാത്തൊരവസ്ഥ വന്നു. എന്നാലും ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നിപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളും മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ എടുത്തുകൊണ്ടാണ് ഇവിടെ ഈ വള്ളംകളി ഇത്ര മനോഹരമായിട്ട് നടത്തുന്നത്. വാട്ടർ ജെറ്റ് എന്നാണ് ഈ കരക്കാരുടെ വള്ളത്തിൻ്റെ പേര്. ഈ പ്രദേശത്ത് കാഞ്ഞിരമുക്കിൻ്റെയും എരിക്കമണ്ണയുടെയും 2 വഞ്ചികളാണ് ആദ്യം നടത്തിയിരുന്നത്. ഒന്ന് ഈ മണിക്കൊമ്പൻ എന്ന് പറയുന്നത്, അത് ഈ ദേശത്തിൻ്റെ വഞ്ചി തന്നെയാണ്. പിന്നെ ആളുകൾ തിങ്ങി താമസിച്ചു, ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ഈ പ്രദേശത്തെ 2 വഞ്ചിയായി മാറി. അതിലൊന്നാണ് വാട്ടർ ജെറ്റ്. ഈ പാടൂര് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ ആളുകളെ കൊടുന്നിരുന്നു. അവിടുന്ന് അവർ തുഴഞ്ഞ് ഇവിടെ ഞങ്ങൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ
രണ്ടാം സ്ഥാനത്തും റണ്ണറപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ ബിയ്യം കായൽ എന്ന് പറയുന്നത് ഇത്ര മനോഹരമായ ഒരു പ്രദേശം ഒരു പക്ഷേ കുട്ടനാട് പോലും ഇതിനേക്കാൾ മനോഹരമാണെന്ന് പറയാൻ സാധിക്കില്ല. നമ്മളൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ്. അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ദ്വീപുകളായിട്ട് കിടക്കുകയാണ് അവിടുത്തെ പ്രദേശം. അപ്പോൾ ഇങ്ങനെ വട്ടം ചുറ്റിയാണ് അവിടെ ആളുകൾ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു നീളം പുഴ കായൽ അങ്ങ് കിഴക്ക് ഭാഗത്തു നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അറബിക്കടലിലേക്ക് ചേരുകയാണ്. വളരെ വീതിയുള്ള നല്ല മനോഹരമായ കാഴ്ച ദൃശ്യ വിസ്മയങ്ങൾ നൽകുന്ന മനോഹരമായ ഒരു വള്ളംകളിക്കാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ഈ പ്രദേശത്തുള്ള ഓരോ ക്ലബിനും ഭീമമായ തുകയാണ്, ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപയാണ് ഈ വഞ്ചിക്ക് തന്നെ ചിലവ് വരുന്നത്. അതിനു പുറമെ ഒരു മാസത്തോളം അത് പ്രാക്ടീസായിട്ട് ആളുകൾ അവരുടെ തൊഴിലുകൾ പോലും ഉപേക്ഷിച്ച് അതിരാവിലെയും പിന്നെ ചില സമയങ്ങളിൽ വൈകിട്ടുമൊക്കെ ആയിട്ട് ഇവിടെ തുഴഞ്ഞ് പ്രാക്ടീസ് നടത്തുന്നു. അതിനൊക്കെ വലിയ തുകയാണ് സംഭവിക്കുന്നത്. ഒരു പക്ഷേ ഓരോ വഞ്ചിക്കും ലക്ഷങ്ങൾ ചിലവ് വരുത്തിക്കൊണ്ടാണ് ഇവിടെ വള്ളംകളി നടത്തുന്നത്. ടൂറിസം വാരാഘോഷ കമ്മിറ്റി 25,000 രൂപയാണ് നമുക്ക് ഫസ്റ്റ് പ്രൈസായിട്ട് ഈ വർഷം നൽകാമെന്ന് ഏറ്റിട്ടുള്ളത്. പങ്കെടുക്കുന്ന വഞ്ചികൾക്ക് 10,000 രൂപ വീതമാണ് എന്നാണ് എൻ്റെ അറിവ്. ഇനി അത് വർദ്ധിപ്പിച്ചോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ തുക കൊണ്ടൊന്നും ഒരു ക്ലബ്ബുകാർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. പല സ്പോൺസർമാരെയും ഒക്കെ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മത്സരങ്ങൾക്ക് വേണ്ടി മാസങ്ങൾക്ക് മുന്നേ ബിയ്യം കായലിൽ വള്ളംകളി ടീമുകൾ പരിശീലനം തുടങ്ങും. പതിറ്റാണ്ടുകളായി തുടരുന്ന ആഘോഷം ഹൃദയത്തോട് ചേർക്കുന്ന 10,000-കണക്കിന് ആസ്വാദകരുണ്ട്. നെഞ്ചെടുപ്പ് കൂട്ടുന്ന മത്സരത്തെ ആരവം കൊണ്ടും ആർപ്പ് വിളിച്ചും ബിയ്യം കായലിന്റെ ഇരുകരകളും തിങ്ങി നിറയും. പൊന്നാനി നഗരസഭയിൽ 18-ാം വാർഡ് ബോട്ടിയെട്ടിലെ കൗൺസിലറാണ് ഞാൻ. പൊന്നാനി മലപ്പുറം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വാർഡിൽ പുളിക്കക്കടവത്ത് വള്ളംകളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 1 വർഷം പ്രളയമായിട്ടും 2 വർഷം കൊറോണയായിട്ടും നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയിരിക്കുകയാണ്. ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായാണ് പ്രധാനമായും മത്സരങ്ങൾ നടത്തുന്നത്. വള്ളംകളിയുടെ ചരിത്ര പശ്ചാത്തലം ഇങ്ങനെയാണ്. പുരാതന വീരുകൾ, ചുണ്ടൻ വള്ളങ്ങൾ എന്നറിയപ്പെടുന്ന ഈ നീണ്ട ആചാരപരമായ വള്ളങ്ങളുടെ പാരമ്പര്യത്തിന് 13-ാം നൂറ്റാണ്ടിൽ വേരുകൾ ഉണ്ട്. അന്ന് യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്നു. കേരളത്തിലെ വള്ളംകളി ആഴത്തിലുള്ള സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ ദേവതകളെ ബഹുമാനിക്കാനും സമൂഹ വിജയങ്ങൾ ആഘോഷിക്കലുമാണ് പ്രധാനം. പ്രകൃതിയാൽ അനുഗ്രഹീതമാണ് ബിയ്യം കായൽ. മാറഞ്ചേരിയെയും പൊന്നാനി താലൂക്കിനെയും ബന്ധിപ്പിക്കുന്ന ബിയ്യം കായലിന് കുറുകെയുള്ള തൂക്കുപാലം രാത്രികാലങ്ങളിൽ ലൈറ്റുകളാൽ മനോഹരിതമാണ്. ബോട്ടിംഗ് സൗകര്യം ഇവയെല്ലാം ഇവിടത്തെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു വിനോദസഞ്ചാര സമുച്ചയത്തിന്റെ ആഗോള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. സ്പീഡ് ബോട്ടുകളും വാട്ടർ സ്കൂട്ടർ റൈഡുകളും പോലെ നിരവധി സാഹസിക ജലകായിക വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവ കൂടാതെ കായലിന്റെ തീരത്ത് ഒട്ടനവധി വിശ്രമ കേന്ദ്രങ്ങളും ഉണ്ട്. ഉൾനാടൻ കായൽ തടാകങ്ങളാൽ നിറഞ്ഞ മലപ്പുറത്തെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ബിയ്യം കായൽ. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഈയിടെ ഒരു സാഹസിക മേഖലയായി നവീകരിച്ചു. നിരവധി തദ്ദേശീയരും ആഭ്യന്തര വിനോദസഞ്ചാരികളും ആഘോഷിക്കുന്ന ബിയ്യം കായലിന് ചുറ്റുമുള്ള പ്രദേശം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ TTPC മലപ്പുറം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വള്ളംകളിക്ക് പുറമെ ബിയ്യം കായൽ അതിന്റെ തൂക്കുപാലത്തിനും പേരുകേട്ടതാണ്. കൂടാതെ മറ്റു ജല കായിക വിനോദങ്ങൾക്കും അവസരങ്ങൾ ഇവിടെയുണ്ട്. പൊന്നാനിയിലെ വള്ളംകളി മലബാറിന്റെ ജലോത്സവമായി അറിയപ്പെടുന്നു. ടൂറിസം നാടിന്റെ വികസനമാണ് എന്ന ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കട്ടെ.